ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് തയ്ച്ച് കാണിക്കാൻ പോകുന്നത് വളരെ പണ്ട്, അതായത് ഞാനൊക്കെ തയ്യൽ പഠിക്കുന്ന കാലത്ത് തയ്ച്ചിട്ടുകൊണ്ട് നടന്ന ഒരു ബ്ലൗസ്, അതായത് ഹൈനെക്ക് ബ്ലൗസ്. ഇപ്പോൾ ആരും ഹൈനെക്ക് ബ്ലൗസ് ഇടാറില്ല, അതായത് ഹൈ കോളർ ബ്ലൗസ്. ഹൈ കോളർ അല്ല, ഇപ്പോൾ കോളർ ബ്ലൗസാണ് എല്ലാവരും ഇടുന്നത്. ഈ ഹൈ കോളർ ബ്ലൗസ് ഇപ്പോൾ തയ്ക്കാൻ അറിയാവുന്നുള്ളൊരു അപൂർവമാണ്. ഹൈ കോളർ ബ്ലൗസ് അല്ല ഇപ്പം ആരും ഇടുന്നത്. ഞാൻ എൻ്റെ കൈ വെട്ടുകയാണ്. ഇതൊരു 36 ഇഞ്ച് വണ്ണമുള്ള ഇടുപ്പ് വണ്ണമുള്ള ഒരു ബ്ലൗസാണ്. അതിൻ്റെ കൈവണ്ണം എന്ന് പറയുന്നത് 36ൻ്റെ 4×1 9ൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടി 10 ഇഞ്ച്. അങ്ങനെയാണ് കൈവണ്ണം അളന്നെടുക്കുന്നത്. ഇതാ കൈക്കുഴി 3 ഇഞ്ച് തന്നെയാണ് വെട്ടുന്നത്. ഈ ഹൈ കോളർ ബ്ലൗസ് തയ്ക്കാൻ ഇന്നത്തെ തലമുറയ്ക്ക് അധികം അറിയുമോയെന്നറിയില്ല. ഞാനും ഇത്, അതായത് ഞാനൊക്കെ സാരി ഉടുക്കാൻ തുടങ്ങിയ സമയത്തുള്ള ഒരു മോഡലായിരുന്നു. കുറേ ബ്ലൗസൊക്കെ അന്ന് ഞാനും തയ്ച്ചിടുമായിരുന്നു. പിന്നെ അതങ്ങ് പോയി, ഹൈ കോളർ പോയി, കഴുത്തൊക്കെ ഇറക്കമുള്ള ബ്ലൗസുകൾ വന്നു. ഇപ്പം അതിൻ്റെ മോഡലൊന്നും, ഇപ്പം എല്ലാവരും കോളർ ബ്ലൗസാക്കി. എന്നാൽ ഈ ഹൈ കോളർ ബ്ലൗസ് ആരെങ്കിലും ഇടുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതൊന്ന് കണ്ട് പഠിക്കാൻ വേണ്ടി ജസ്റ്റ് ഞാനൊന്ന് ഇടുകയാണ്. വലിയ പാടൊന്നുമില്ല തയ്ക്കാൻ, പക്ഷെ കാണുമ്പോൾ എന്തോ വലിയ പാടായിട്ട് തോന്നും. അപ്പം നമുക്കിതിൻ്റെ ആദ്യം തന്നെ ഇതിൻ്റെ കൈ വെട്ടി വയ്ക്കാം. കൈയിറക്കമൊക്കെ അവരവരെ ഇഷ്ടത്തിനാണ് എടുക്കുന്നത്. കൂടാൻ കുറയാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. കൈ വെട്ടി. ഇനി ഞാൻ ആദ്യം ഇതിൻ്റെ ഫ്രണ്ട് വെട്ടാൻ പോവുകയാണേ. ഫ്രണ്ടിലാണ് നമ്മൾ കോളർ വെട്ടുന്നത്. അപ്പോൾ ഫ്രണ്ട് വെട്ടാൻ പോവുകയാണ്. ഇതിൻ്റെ വണ്ണം നമുക്ക് എടുക്കാം. 9 + 3 12 ഇഞ്ച് വണ്ണം. പിന്നെ ഇറക്കം 17.5 ഇഞ്ച് ഇറക്കമാണ് ഞാൻ ഇതിനെടുക്കുന്നത്. ഫ്രണ്ടാണ്, 17.5 ഇഞ്ച് ഇറക്കം എടുക്കുകയാണ്. പിന്നെ ഷോൾഡർ ഇതിന് സാധാരണ പോലെ അല്ല. ഇതിപ്പോൾ ഞാനൊരു 8.5 ഇഞ്ച് ഷോൾഡർ എടുക്കുകയാണ്. 9 ഇഞ്ച് എടുത്താലും കുഴപ്പമൊന്നുമില്ല, 9 ഇഞ്ച് വേണമെങ്കിലും എടുക്കാം. 9 ഇഞ്ച് എടുത്തെന്ന് വിചാരിച്ച് കൂടി പോകുമൊന്നുമില്ല. എന്നാലും ഞാനിത് 8.5 എടുത്തിട്ടുള്ളൂ. പിന്നെ ആം ഹോൾ ഒരു 7 ഇഞ്ച് ആം ഹോൾ എടുക്കണം. അതായത് 1 ഇഞ്ച് നമുക്ക് ചരിച്ച് വെട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു 7 ഇഞ്ചോളം ആം ഹോൾ എടുക്കുകയാണ് ഞാൻ. നമ്മൾ സാധാരണ 6 ഇഞ്ചാണ് എടുക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ ചരിച്ചൊക്കെ വെട്ടുന്നുണ്ട് 7 ഇഞ്ച് എടുക്കുകയാണ്. ഒരു 1/4 ഇഞ്ചോളം നമ്മൾ ചരിച്ച് വെട്ടാനായിട്ട് എടുക്കുകയാണ്, കോളർ ബ്ലൗസ് ആയതുകൊണ്ട്. ഇനി ഇതാ ഇവിടുന്ന് മുകളിലേക്ക്, അതായത് നമ്മൾ ഷോൾഡർ അളന്നെടുത്ത സ്ഥലത്ത് നിന്ന് മുകളിലേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. 3.5 ഇഞ്ച്. പിന്നെ ഒരു 3 ഇഞ്ച് നമ്മൾ കഴുത്തിൻ്റെ വിട്ട്, 3 ഇഞ്ച് കഴുത്തിൻ്റെ വിട്ട്. അതുപോലെ 2.5 ഇഞ്ചാണ് മുകളിലത്തെ കോളർ വിട്ട് വരുന്നത്, 2.5 ഇഞ്ച്. പിന്നെ ഒരു 2 ഇഞ്ചാണ് നമ്മൾ കോളറിനായിട്ട് വീതി കണക്കാക്കുന്നത്. തയ്യൽ തുമ്പ് എല്ലാം കൂടെ ചേർത്ത് ഇവിടെയും ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യണം. അവിടെ നിന്നാണ് പിന്നെ നമ്മൾ ചരിച്ച് ആം ഹോളിലേക്ക് എടുക്കുന്നത്. ഒരു 1/2 ഇഞ്ച് ചരിക്കണം. കോളറാണ് നമ്മൾ വെട്ടുന്നത്. വലിയ പാടൊന്നുമില്ല. പണ്ട് ഞാനൊക്കെ 10-40 വർഷം മുമ്പ് ഇങ്ങനത്തെ ബ്ലൗസുകൾ ധാരാളം ഇട്ടിട്ടുണ്ടായിരുന്നു, ഹൈ കോളർ ബ്ലൗസുകൾ. പിന്നീടാണ് അത് മാറി കോളർ ബ്ലൗസുകൾ വന്ന, സാധാരണ കോളർ. ഇതിൻ്റെ കഴുത്ത് ഞാനൊരു 7 ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ. ഫ്രണ്ട് കഴുത്ത് ഒരു 7 ഇഞ്ച്, കാരണം കോളർ ആവുമ്പോൾ കുറച്ച് മുകളിലോട്ടൊരു പിടുത്തം വരും. അതുകൊണ്ട് 7 ഇഞ്ച് എടുക്കുകയാണ്. വിട്ട് 2.5 ഇഞ്ച് എടുക്കുകയാണ്. ഇച്ചിരി വൈഡായിട്ട് കിടന്നിരുന്നെങ്കിൽ കഴുത്തിനൊരു പിടുത്തം തോന്നും, അതുകൊണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മുകളിൽ നമ്മൾ കാണിച്ചേക്കണ 3.5 ഇഞ്ച് ചതുരത്തിലുള്ളതാണ് നമ്മുടെ കോളർ. അപ്പം നമുക്ക് ഈ കോളർ ഇങ്ങനെ വെട്ടാം. നമ്മൾ കൈക്കുഴി അടയാളപ്പെടുത്തിയില്ല. കൈക്കുഴി ഇതാ 1 ഇഞ്ച് അടയാളപ്പെടുത്തുകയാണ്.
എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യുക. കഴിഞ്ഞു. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട്. കോളർ ഉൾപ്പെടെയാണ് നമ്മൾ ഫ്രണ്ട് വെട്ടുന്നത്. ഇനി നമുക്ക് അവിടെ നിന്ന് നമ്മളെ കട്ടിങ് അടയാളപ്പെടുത്താൻ 11 ഇഞ്ചാണ് ഞാൻ കട്ടിങ് താഴ്ത്തുന്നത്. പിന്നെ 2.5 ഇഞ്ച് ഡോട്ട് ഇടാനുള്ള താഴ്ത്തുന്നു. എന്നിട്ട് നമ്മൾ ഇതിന്ന് തന്നെയാണ് നമ്മൾ എന്ത് വെട്ടുന്നത്, നമ്മൾ കട്ടിങ് വെട്ടിയെടുക്കുന്നത്. അപ്പോൾ അവിടെ നിന്നൊരു സ്ക്വയർ ഒരു നേരെ ഒരു വര വരയ്ക്ക് അവിടെ നിന്ന് 1.5 ഇഞ്ച് രണ്ട് സൈഡിൽ 1.5 ഇഞ്ച് കെട്ടിയിട്ടാണ് നമ്മൾ കട്ടിങ് വെട്ടിയെടുക്കുന്നത്, ചരിച്ച് കട്ടിങ് വെട്ടിയെടുക്കുന്നത്. ഇത് നമ്മൾ കട്ടിങ് വെട്ടിയെടുക്കുകയാണ്. അതിനാണ് നമ്മൾ ഇറക്കം 17.5 ഇഞ്ച് എടുത്തത്. 18 ഇഞ്ച് വേണമെങ്കിൽ 18 ഇഞ്ചും എടുക്കാം. കട്ടിങ് ഇതിൽ നിന്ന് വെട്ടുന്നുണ്ട്. അത് സൈഡ് നമ്മൾ ഒരു 1.5 ഇഞ്ച് നമ്മൾ ഒഴിവാക്കുകയാണ്. ഫ്രണ്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്ക് കട്ട് ചെയ്യാം. ബാക്ക് നമ്മൾ 17 ഇഞ്ചാണ് ഇറക്കം വയ്ക്കുന്നത് കേട്ടോ. മറ്റേ ഫ്രണ്ട് നമ്മൾ 1/2 ഇഞ്ച് കൂട്ടി വെച്ച് 17 ഇഞ്ച് ഇറക്കം വയ്ക്കുകയാണ്. എന്നിട്ട് നമ്മൾ കോളർ എടുക്കണം, ഷോൾഡർ എടുക്കുന്നത്. ഷോൾഡർ നമുക്ക് ബാക്ക് 8 ഇഞ്ച് മതി. ഫ്രണ്ട് നമ്മൾ 1/2 ഇഞ്ച് കൂട്ടി എടുത്തിട്ടുണ്ട്, 8 ഇഞ്ച് മതി. ബാക്കി ആം ഹോളും എല്ലാം ഫ്രണ്ടിലെടുത്തതുപോലെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. പിന്നെ ഇതാ ഇവിടെ നിന്ന് ഒരു 4 ഇഞ്ച് നമ്മൾ എടുത്തിട്ട് 4 ഇഞ്ച് എടുത്തിട്ടാണ് ഇതിന്ന് നമ്മൾ ഷേപ്പ്, അതായത് ആം ഹോളിൻ്റെ അങ്ങോട്ട് ഒരു 1/2 ഇഞ്ച് താഴ്ത്തി നമ്മൾ ഷേപ്പ് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒരു 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ അത്രയും മതി. അത് 4 ഇഞ്ച് നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. അതായത് നമ്മൾ എടുത്ത ഷോൾഡറിൻ്റെ നേർപകുതി എടുത്തിട്ട്. നമുക്ക് ബാക്ക് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് അല്പം പോലും ഇറക്കാണ്ടത്, ബാക്ക് കഴുത്തൊന്നും ഇറക്കരുത്, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കണം. കാരണം കോളർ അതിലാണ് നമുക്ക് തയ്ച്ച് വെക്കാനുള്ളത്. ഇതൊരു പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പ്രാവശ്യം കണ്ടാൽ മനസ്സിലാവൂലായിരിക്കും, എന്നാലും ഇനിയും ഞാൻ ഒന്നും കൂടെ കാണിക്കാം. ഇനി നമ്മൾ തയ്ക്കുകയാണ്, കട്ടിങ്സ് ഒക്കെ തയ്ക്കുകയാണ്. കട്ടിങ്സ് ഒക്കെ നമുക്ക് എത്ര തുണി വേണമെങ്കിലും വെച്ച് തയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഈ ചില തുണിക്കടകളിലൊക്കെ നിൽക്കുന്ന പെൺകുട്ടികൾ ഇതേപോലത്തെ ബ്ലൗസ് ഇട്ടേക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ഹൈ കോളർ മാതിരിയുള്ളത്. അതൊക്കെ പഴയ ടൈലർമാരൊക്കെ അറിയാവൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഈ യൂട്യൂബിലൊക്കെ വേറെ ആൾക്കാരൊക്കെ ഇടുന്നുണ്ടാവും. അപ്പോൾ കോളറും അല്ല കട്ടിങ്സ് നമ്മൾ രണ്ടും തയ്ച്ചു. ഇനി നമുക്ക് ഡോട്ട് ഇടാം. ഡോട്ട് സാധാരണ നമ്മൾ ഷോൾഡർ പകുതി മടക്കിയൊക്കെയാണ് മറ്റേ സാധാ ബ്ലൗസിന് ഡോട്ട് ഇടുന്നത്. അങ്ങനെ മടക്കിയാൽ ഇത് ഒരുപാട് കൂടിപ്പോവും. അപ്പം നമ്മൾ മടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ കോളറിന് കട്ട് ചെയ്തില്ലേ, ആ പോയിന്റിൽ നിന്നാണ് നമ്മൾ താഴേക്ക് മടക്കുന്നത് കേട്ടോ. എന്താ അവിടെ നിന്ന് കണ്ടോ, അവിടെ നിന്ന് താഴേക്ക് സ്ട്രെയിറ്റ് മടക്കുക. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഡോട്ട് അടയാളപ്പെടുത്തുന്നത്. കാരണം നമ്മൾ 3 ഇഞ്ച് വിട്ടിലാണ് നമ്മൾ കോളറിൻ്റെ വെട്ടി വെച്ചേക്കുന്ന, കഴുത്ത് വിട്ടിൽ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്ക് ഇതുപോലെ മടക്കുക. എന്നിട്ട് കറക്റ്റ് ആ പോയിന്റിൽ നിന്ന് തന്നെ മടക്കണം. എന്നിട്ട് മാറിപ്പോവാതിരിക്കാൻ നമ്മളൊരു മുട്ട് പിന്നൊക്കെ കുത്തിവെച്ച് ഇതുപോലെ. ഇനി നമ്മൾ തയ്യൽ തുമ്പൊക്കെ കഴിച്ച് താഴേക്ക്
10.5 എടുത്താൽ മതി കേട്ടോ. 11 ഇഞ്ചാണ് നമ്മൾ നേരത്തെ കട്ട് ചെയ്തത്, പക്ഷേ 10.5 എടുത്താൽ മതി. പിന്നെ 1.5 ഇഞ്ച് വിട്ട് എടുക്കണം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനൽ കയറി നോക്കുക. ഒരുപാട് ബ്ലൗസുകളുടെ വീഡിയോസ് കിടപ്പുണ്ട്, ക്ലാസ്സുകൾ കിടപ്പുണ്ട്, അത് പിന്നെ ഓൾട്രേഷൻ വീഡിയോസ് കിടപ്പുണ്ട്. ക്ലാസ്സുകളിൽ തന്നെ കുറേ ഓൾട്രേഷൻ ഞാൻ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. നമുക്ക് ഈ ഡോട്ടുകളെല്ലാം ഇടാം. ഡോട്ടിൻ്റെ അവിടെ ഒന്ന് തിരിഞ്ഞു പോകാതിരിക്കാൻ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഒന്ന് വലത്തോട്ട് ഒന്ന് ഇടത്തോട്ട് മടക്കുക. അപ്പോൾ നമുക്ക് തിരിഞ്ഞു പോകില്ല. അല്ലെങ്കിൽ ചിലപ്പം ഡോട്ടൊക്കെ ഇട്ടിട്ട് എടുത്ത് നോക്കുമ്പോൾ രണ്ടും ഒരു വശത്തിരിക്കും. അകമ്പുറം ഉള്ളതാണെങ്കിൽ പ്രശ്നമില്ല, പക്ഷേ അകമ്പുറം ഇല്ലാത്തതാണെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കും. അതുകൊണ്ട് നമ്മൾ മടക്കുമ്പോൾ ഇതുപോലെ മടക്കി ഡോട്ടിടാൻ മടക്കുമ്പോൾ ഒന്ന് വലത്തോട്ട് ഒന്ന് ഇടത്തോട്ട് മടക്കുക. നമ്മൾ താഴത്തെ ഡോട്ട് എപ്പോഴും 2 സ്റ്റിച്ച് ചെയ്ത് സ്ട്രോങ് ആക്കണം. പിന്നെ നമ്മൾ ഇതാ ആം ഹോളിൻ്റെത് ഡോട്ട് പിടിക്കുകയാണ്. ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് ആ ഡോട്ട് കറക്റ്റ് ആ പോയിന്റിൽ വരും. അത് ഒരു 2 ഇഞ്ച് വിട്ടിൽ, ഒരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ ആം ഹോൾ വിട്ടിൽ നമുക്ക് തയ്ക്കാം. ഇനി നെഞ്ചിൻ്റെ അവിടുത്തെ ഡോട്ട് അതും ഒരു 2 ഇഞ്ച് വിട്ട് മതി. അത് രണ്ടും ഒരുപോലെ മടക്കിയിട്ട് നേർക്ക് നേർ മടക്കിയിട്ട് വേണം നമ്മൾ ഡോട്ട് ഇടാനുള്ളത്. ഇനി നമ്മളിതാ ഇവിടെ ഒരു ശകലം നമുക്ക് കട്ട് ചെയ്യണം, കട്ടിങ്സ് വെച്ച് പിടിപ്പിക്കാനായിട്ട്. അത്രയും ഭാഗം കട്ട് ചെയ്തിട്ട് വേണം കട്ടിങ്സ് വെച്ച് പിടിപ്പിക്കാനായിട്ട്. ചിലപ്പോൾ നിങ്ങൾക്കിത് ഒരു പ്രാവശ്യം കണ്ടാൽ ചിലപ്പോൾ അത് മനസ്സിലായില്ല എന്ന് വരും. എന്നാലും ഒന്നും കൂടെ നോക്കി എങ്ങനെയാണത് ഈ യൂണിഫോം, അതായത് ഈ സെയിൽസ് ഗേൾസിനൊക്കെ യൂണിഫോം ബ്ലൗസുകൾ തയ്ക്കുമ്പോൾ കോളർ ബ്ലൗസിനേക്കാൾ ചിലർ തയ്ക്കുന്നത് ഈ ഹൈ കോളർ ബ്ലൗസാണ്. അപ്പോൾ അത് തയ്ക്കാൻ എല്ലാവർക്കും അറിയില്ല, ചിലർക്കൊക്കെ അത് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ വണ്ണം മാത്രമേ ഉള്ളൂ കൂടിയിരിക്കുന്നത്. ഈ കോളറും ഷോൾഡറും ഒക്കെ ഏതളവിനായാലും ഇത് തന്നെ എടുക്കാനുള്ളത് കേട്ടോ. ഒരു 8 ഇഞ്ചൊക്കെ എടുക്കണം, 8, 9 എടുക്കണം. സാധാരണ 36, 37 9 ഇഞ്ചും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ 32 8 എടുക്കണം. 32 ഇഞ്ച് ഇടുപ്പുള്ളതിനൊക്കെ 8 ഷോൾഡർ എടുക്കണം. അതായത് കോളർ തയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഷോൾഡർ അല്പം കൂട്ടിയെടുത്തില്ലെങ്കിൽ കഴുത്തിനൊരു പിടുത്തം വരും. അതുകൊണ്ടാണ് ഷോൾഡർ കൂട്ടിയെടുക്കണമെന്ന് പറയുന്നത്. വിശേഷിച്ചും ഈ ഹൈ കോളർ ബ്ലൗസ്, കാരണം ഇത് ബേക്ക് നമ്മൾ വെട്ടി ഇറക്കുന്നില്ല ഒരു ശകലം പോലും. മറ്റ് സാധാ കോളർ ബ്ലൗസിനൊക്കെ കഴുത്ത് ബേക്ക് 1 ഇഞ്ച് നമ്മൾ വെട്ടി ഇറക്കാറുണ്ട്. പക്ഷെ ഇതിന് അത്രയും പോലും ഇറക്കമില്ല, സ്ട്രെയിറ്റിലാണ് നമ്മൾ തയ്ച്ചു വയ്ക്കുന്നത്. നമ്മൾ പടിയൊക്കെ 2 സൈഡിലെ പടിയും നമ്മൾ കൊടുത്തടിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഞാൻ കാണിച്ചത്. മടക്കി അടിക്കരുത്. സാധാരണ നമ്മൾ ഹൂക്ക് വയ്ക്കാൻ എങ്ങനെയാണോ അടിക്കുന്നത് അതുപോലെ തന്നെ ഹൂക്ക് വരിയാൻ എങ്ങനെയാണോ എടുക്കണം അതുപോലെ തന്നെ ഹൂക്ക് വയ്ക്കാനും. ഹൂക്ക് വയ്ക്കുന്നത് ഒരു പ്രത്യേക സ്ഥലത്ത് തന്നെ വെക്കണം. കട്ടിങ്സിൻ്റെ ഏറ്റവും താഴെ, കട്ടിങ്സിൻ്റെ പകുതിയിൽ, കട്ടിങ്സ് തുടങ്ങുന്നിടത്ത്, പിന്നെ ഒന്ന് നമ്മൾ ഡോട്ട് ഇടുന്നിടത്ത്, പിന്നെ മുകളിൽ, അങ്ങനെ കൃത്യമായിട്ട് തന്നെ നമ്മൾ ഹൂക്ക് വയ്ക്കണം. എന്നാലേ നമ്മൾ കപ്പൊക്കെ നല്ല കറക്റ്റിനിരിക്കുള്ളൂ. ഹൂക്ക് പിടിച്ചിടുമ്പോൾ നല്ല കറക്റ്റിനിരിക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ ഹൂക്ക് വയ്ക്കണം.
അതായത് തച്ച് തീർന്ന്. ഇനി നമുക്ക് ഇത് കോളർ ജോയിൻ ചെയ്യണം. അത് എങ്ങനെയാണെന്ന് കാണിക്കുക. എന്താ, ഒരെണ്ണം ഇങ്ങനെ എടുത്ത് വയ്ക്കുക, അതിൻ്റെ പുറത്തൂടെ മറ്റേതാ ഇങ്ങനെയും കൂടെ എടുത്ത് വയ്ക്കുക. രണ്ടെണ്ണത്തിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക. എന്നിട്ടിതാ ഇതിങ്ങനെ ആ കോളർ മുകൾ ഭാഗത്തുനിന്ന് ഇങ്ങനെ തയ്ക്കുക നേർക്ക്. ഇതങ്ങനെ വെച്ച് തയ്ക്കുക. ഹൈ കോളറിൻ്റെ കോളറാണ് നമ്മൾ ആ കഴുത്തിൽ നിന്ന് മേലോട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ചേർത്ത് തയ്ച്ച്, കണ്ടല്ലോ, ചേർത്ത് തയ്ച്ച്. കഴുത്തൊക്കെ നേരെ പിടിച്ച് വെച്ച്, കണ്ടോ, കോളർ വെച്ച് വെച്ച്. കഴുത്തിൻ്റെ അവിടെയൊക്കെ കൂടുതലുണ്ടെങ്കിൽ നമ്മളത് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത്. നമ്മൾ ബാക്ക് ഡോട്ട് ഇടയാണ്. ബാക്ക് നമ്മളൊരു 5 ഇഞ്ച് ഹൈറ്റിൽ ഡോട്ട് ഇടണം. കാരണം 17 ഇഞ്ചോളം നമുക്ക് ബ്ലൗസിന് ഇറക്കമുണ്ട്. അപ്പോൾ 5 5.5 ഒക്കെ എടുക്കാൻ കുഴപ്പമില്ല. രണ്ട് സൈഡും ഡോട്ടിട്ട് ഇനി നമ്മളിതിൽ പടി വെച്ച് തയ്ക്കും. ആ പട്ട നല്ലപോലെ വെച്ച് തയ്ക്കണം, ഇല്ലെങ്കിൽ മുകളിലോട്ട് ഉരുണ്ടുരുണ്ട് കയറും. അതുകൊണ്ടാണ് പട്ട വെച്ച് തയ്ക്കണമെന്ന് ഞാൻ വീണ്ടും പറയുന്നത് കേട്ടോ. ബാക്ക് നമ്മൾ തയ്ച്ച്. ഇനി നമുക്ക് ഈ കോളറും ബാക്കും, ഈ കോളറിൻ്റെ അവിടെ ഇച്ചിരി കട്ടി കിട്ടാൻ വേണ്ടി നമുക്കൊരു ചെറിയ പീസ് ക്യാൻവാസ് ഇതിൽ വെച്ച് തയ്ക്കാം. അപ്പോഴൊരു ചെറിയ കട്ടി കിട്ടും ആ കോളർ വെക്കുന്നതിൻ്റെ അവിടെ. ചിലർ കട്ടിക്ക് തുണി വയ്ക്കും, നമുക്ക് ക്യാൻവാസ് വെച്ച് തയ്ക്കാം. ഇനി നമുക്ക് ഈ ബാക്കിൻ്റെ ഷോൾഡർ തുല്യമായിട്ട് കട്ട് ചെയ്യുക. വെക്കുന്നിട്ട് ആ സെൻറ്റർ ഭാഗത്തുനിന്ന് നമുക്ക് ഈ കോളറും സെൻറ്റർ ഭാഗത്തുനിന്ന് തയ്ച്ചു തുടങ്ങാം. ഷോൾഡറിലോട്ട് നമുക്ക് വെച്ച് തയ്ക്കാം. കണ്ടോ, ഫ്രണ്ടിൻ്റെ ഷോൾഡറും ബാക്കിൻ്റെ ഷോൾഡറും തമ്മിൽ നമ്മൾ തയ്ച്ച് ചേർക്കുകയാണ്. അത് നമ്മൾ ഈ ബാക്കിൻ്റെ കഴുത്ത് നമ്മൾ അല്പം പോലും വെട്ടാത്തത് സ്ട്രെയിറ്റ് ആയിട്ടാണ് വെച്ച് തയ്ക്കാനുള്ളത്. നമ്മൾ സാധാരണ കോളർ വയ്ക്കുമ്പം ബാക്ക് കഴുത്ത് 1 ഇഞ്ചൊക്കെ നമ്മൾ കുഴിച്ചെടുക്കും. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് സ്ട്രെയിറ്റ് ആണ്. ആം ഹോളിലേക്ക് ഒരു 1/2 ഇഞ്ച് ചരിച്ചു എന്നല്ലാതെ ബാക്കി സ്ട്രെയിറ്റ് ആണ്. നമ്മൾ കോളർ വെച്ച് തയ്ച്ച് കഴിഞ്ഞു. കോളർ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഷോൾഡർ ജോയിൻ ചെയ്യുക അല്ലേ, ഷോൾഡർ ബാക്കും ഫ്രണ്ടും കൂടെ ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്തു. കണ്ടോ, ഷോൾഡർ ജോയിൻ ചെയ്ത്. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാം. 9 ആണ് 4-1 36ൻ്റെ, അതിൻ്റെ കൂടെ ഒന്നും കൂടെ ചേർത്ത് 10 ഇഞ്ചിലാണ് നമ്മൾ സൈഡ് ജോയിൻ ചെയ്യുന്നത്. ഫ്രണ്ട് രണ്ടും 10 ഇഞ്ച് തന്നെ, അതുപോലെ ബാക്കും നമ്മൾ 10 ഇഞ്ച്. ഒരേ അളവിലാണ് നമ്മൾ ബാക്കും ഫ്രണ്ടും ജോയിൻ ചെയ്യുന്നത്. അത് പടി ചേർത്ത് തന്നെയാണ് ജോയിൻ ചെയ്യുന്നത്, അതിലൊരു മാറ്റവും വരുത്തൂല.
അങ്ങനെ നമ്മൾ പടി ചേർക്കാതിരുന്ന കഴുത്തിലൊരു ചെറിയ ഡിഫറൻസ് വരും. അങ്ങനെ വരാതിരിക്കാനാണ് നമ്മൾ പടി ചേർത്ത് തന്നെ ജോയിൻ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു 1/4 ഭാഗത്തോളം ജോയിൻ ചെയ്ത് വെക്കണം. ബാക്കി നമുക്ക് ഫുള്ളായിട്ട് ജോയിൻ ചെയ്യുന്നത് കൈ വെച്ച് പിടിപ്പിച്ചിട്ടാണ്. അത്രയും ജോയിൻ ചെയ്തിട്ട് ഈ ബാക്കി വേസ്റ്റ് കിടക്കുന്നതൊക്കെ നമ്മൾ ആം ഹോളിലായാലും സൈഡായാലും നമ്മൾ കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യും. ക്ലിയർ ചെയ്തിട്ടേ നമുക്ക് കൈയൊക്കെ വെച്ച് തയ്ക്കാൻ പറ്റുള്ളൂ. സൈഡൊക്കെ നമ്മൾ കട്ട് ചെയ്യണം. കണ്ടോ, ഈ ബാക്കി ഇങ്ങനെ കിടക്കുന്ന സൈഡും പിന്നെ ആം ഹോളിൻ്റെ ആ കൈക്കുഴിയിലൂടെ ബാക്കി കിടക്കുന്ന അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം. എന്നിട്ടേ കൈ വെച്ച് പിടിപ്പിക്കാവൂ. ഇനി നമുക്ക് കൈ വെച്ച് പിടിപ്പിക്കണം. രണ്ട് കൈയും വെച്ച് പിടിപ്പിക്കണം. ഒരുപാട് പാടൊന്നും ഉള്ളതല്ല. കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടെന്ന് തോന്നുമെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റുന്നതാണ്. കൈ വെച്ച് പിടിപ്പിച്ചു. ഇനി നമുക്കിത് ഫുള്ളായിട്ട് ജോയിൻ ചെയ്യാം. ഇവിടെ നിന്ന് നമുക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യണം. ആദ്യം ജസ്റ്റ് നമ്മളൊന്ന് ജോയിൻ ചെയ്യാണ്. കൈ ഫുള്ളായിട്ട് രണ്ട് സൈഡും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അളവ് ബ്ലൗസ് ഉണ്ടെങ്കിൽ അത് അളന്ന് നോക്കാം. ഇല്ലെങ്കിൽ നമ്മൾ അളവെടുത്തതാണെങ്കിൽ അത് അളന്ന് നോക്കാം. കൈയും ബോഡിയൊക്കെ അളന്ന് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് തയ്ക്കാം. ആദ്യം ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സൈഡ് ഒന്നും കൂടെ ജോയിൻ ചെയ്യാം. അത് ഒരു 0.5 അത്രയൊക്കെ മതി. അത്രയും മടക്കാവും. ആദ്യത്തെ മടക്ക് ഒരു 1/2 ഇഞ്ച് അത്ര മടക്കി, കൈയും ഒരു 1/2 ഇഞ്ച് മടക്കി നമ്മൾ ഇതുപോലെ ആം ഹോൾ ഉൾപ്പെടെ വേണം നമ്മൾ തയ്ക്കാനുള്ളത് കേട്ടോ. ആം ഹോൾ ഉൾപ്പെടെ തയ്ച്ചില്ലെങ്കിൽ ആം ഹോൾ ലൂസായി പോകും. അപ്പം നമ്മൾ മടക്കി ആയാലും അളവെടുത്തായാലും നമ്മൾ തയ്ക്കുമ്പോൾ ആം ഹോളും കൂടെ ചേർത്ത് വേണം നമ്മൾ തയ്ച്ച് കുറയ്ക്കാനുള്ളത്. എന്നാലേ ആം ഹോളും നെഞ്ച് വണ്ണവും ഒക്കെ കറക്റ്റായിട്ട് വരുള്ളൂ. കൈയൊക്കെ അളന്ന് നോക്കണം, എത്ര വേണം എന്നളന്ന് നോക്കിയിട്ട് വേണം നമ്മൾ. താഴെ ഭാഗം എപ്പോഴും നമ്മൾ 1/2 ഇഞ്ച് ആദ്യം കുറയ്ക്കാവുള്ളൂ. ആദ്യത്തെ തയ്യൽ 1/2 ഇഞ്ച് കുറയ്ക്കുക. പിന്നീട് നമുക്ക് രണ്ടാമത് വീണ്ടും നെഞ്ച് വണ്ണവും ഈ അരവണ്ണവും ഒക്കെ അളവ് ബ്ലൗസിലോ അല്ലെങ്കിൽ നമ്മൾ അളന്നെടുത്തതോ ഒക്കെ നോക്കിയിട്ട് എത്രയാണ് കുറയ്ക്കേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് കുറയ്ക്കുക. നമുക്കിതൊന്ന് അളന്ന് നോക്കാം. 36 ഇഞ്ചാണ് നമുക്ക് വണ്ണം വേണ്ടിയത്. അതായത് 36, പിന്നെ ഒരു 1.5 ഇഞ്ച് വീണ്ടും കുറയ്ക്കണം. അപ്പം നമ്മൾ വീണ്ടും അവിടെ ഒരു 4 ഇഞ്ച് മതി. ഇനി അറ്റം വരെ ഒരു 4 ഇഞ്ച് കുറച്ചെടുക്കുക. ഞാനിത് നെഞ്ചുവണ്ണം അളന്ന് നോക്കുന്നില്ല, കാരണം ഇത് നെഞ്ചുവണ്ണം അളക്കാതെ ഞാൻ തയ്ക്കുന്ന ബ്ലൗസാണ്. കസ്റ്റമർക്ക് ഇട്ട് നോക്കാൻ കൊടുത്തിട്ട് മാത്രമേ പിന്നെ നെഞ്ചുവണ്ണം അടിക്കേണ്ട കാര്യം ഉണ്ടെങ്കിൽ
അടിക്കുകയുള്ളൂ. മിക്കവാറും അടിക്കേണ്ട കാര്യം വരില്ല, ഇത് കറക്റ്റായിരിക്കും. ഇനി നിങ്ങൾക്ക് നെഞ്ചുവണ്ണം അളന്നെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെഞ്ചുവണ്ണം അളന്ന് നോക്കിയിട്ട് ഇതുപോലെ തയ്ക്കാവുന്നതാണ്. നമ്മൾ വണ്ണമൊക്കെ അടിച്ചു തീർന്നു. ഇനി നമുക്ക് തയ്ക്കേണ്ടത് കഴുത്താണ്. കോളറും കഴുത്തും ഒക്കെ നമുക്കിനി തയ്ക്കണം. അതാണൊരു പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ പിടിക്കുക, കഴുത്ത് രണ്ടും തുല്യമായിട്ട് പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ തുല്യമായിട്ട് പിടിച്ചിട്ട് ഒരു തുണി എടുത്ത് നമ്മൾ ഈ കഴുത്തിൻ്റെ അടിയിൽ വെച്ചിട്ട് നമ്മൾ ഷേപ്പ് ചെയ്ത് വെട്ടുക. ഇതുപോലെ വെച്ച് നമ്മൾ വെട്ടിയെടുക്കുക. ഇതിങ്ങനെ വെട്ടിയെടുക്കണം. കഴുത്തിൽ വെച്ച് തയ്ക്കാനാണ്. കോളറിൻ്റെ അവിടെയൊക്കെ ഇച്ചിരി വീതിക്ക് വേണം വെട്ടാൻ. താഴെ കഴുത്തിൻ്റെ ഭാഗം വീതി കുറഞ്ഞാലും കോളറിൻ്റെ അവിടെ കുറച്ച് വീതി എടുക്കണം. കോളർ ഒരു 1.5 ഇഞ്ച് വീതിയിൽ കോളറുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള വീതിക്ക് നമ്മൾ വെട്ടിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ നമ്മൾ മടക്കി തയ്ക്കണം. കണ്ട, ആ വെട്ടിയെടുത്ത ഭാഗമാണ് നമ്മളിങ്ങനെ തയ്ക്കുന്നത്. ഇത് വേറെ കട്ടിയുള്ള തുണിയായാലും മതി, അല്ലെങ്കിൽ ഈ ബ്ലൗസിൻ്റെ തുണിയായാലും മതി, ഏതായാലും മതി, അടിയിൽ വെച്ച് തയ്ക്കുന്നതാണ്. ഇനി ഇത് നമ്മൾ ആ കഴുത്തിൽ വെച്ച് ഇങ്ങനെ തയ്ക്കും. ചിലർ തയ്ക്കുമ്പം പെനഞ്ഞു പോകും. അങ്ങനെ പെനയാതിരിക്കാൻ ഇടയ്ക്ക് ഒരു പ്ലീറ്റ് ഇടുന്നത് നല്ലതാണ്. പിന്നെ ആ തയ്യൽ തുമ്പ് ഇതുപോലെ വെട്ടണം, ഇല്ലെങ്കിൽ നമ്മൾ മടക്കുമ്പം പെനഞ്ഞു പോകും. കാരണം ഇത് വീതിക്കാണ് നമ്മൾ കോളറിൻ്റെ അവിടെ എടുത്തേക്കുന്നത്. അതുകൊണ്ട് പെനയും ഉറപ്പായിട്ടും കട്ട് ചെയ്യണം. പിന്നെ അതുപോലെ ഒരു പ്ലീറ്റ് വെച്ചടിച്ച തുണി ഇടയ്ക്കൊന്ന് ഇട്ടാലും കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ചിലപ്പോൾ പെനയും. ഇതിപ്പോൾ ഞാൻ അങ്ങനെ ഇട്ടിട്ടില്ല, ജസ്റ്റ് ഒരു ചെറിയ പ്ലീറ്റ് അതിൻ്റെ ഇടയ്ക്ക് ഇടുന്നത് നല്ലതാണ്. ഇനി ഇത് മടക്കി നമ്മൾ കൈനൂലിടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ വീതിക്ക് കൈനൂലിടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മടക്കി മടക്കി ഇത്രയേ ഉള്ളൂ. കണ്ടോ, ഇങ്ങനെ മടക്കി നമ്മൾ കൈനൂലിട്ട് വയ്ക്കും. കണ്ടോ, അതാണ് ബ്ലൗസ്. ഓക്കേ.